मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്തിനാപ്പ ഈ നേരം വെളുക്കുന്നത്? വെളുത്ത അപ്പ തുടങ്ങും ആ മേഡത്തിന്റെ ഒടുക്കത്തെ എക്സസൈസ്. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഹായ് കണ്ണ സർ. ഓ, നിങ്ങൾക്കും ഒന്ന് വ്യായാമം ചെയ്യാനുള്ള ആഗ്രഹം? എന്നാ കൈ തട്ടിക്കോ. ഞാൻ മാത്രമല്ല, കൂടെ എന്റെ പെറ്റ്സും ഉണ്ട്. മടിയന്മാരാണല്ലോ നിങ്ങളുടെ പൂച്ചകൾ. മടിയന്മാർ മല ചുമക്കും, മലയുടെ മുകളിൽ പോകാതെ താഴെ തന്നെ ഇരിക്കും. ഇന്ന് ആ കൈ തട്ടിക്കോ. ഓ മാഡം, ഇവർ അഭിനയിക്കുകയാണ്. ഇവര് ഭയങ്കര മടിയന്മാരാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയി കഴിയുമ്പോ യുവന്മാരെല്ലാം കൂടി കൂട്ടം വലിച്ച് ഉറങ്ങുകയാണ് പതിവ്. ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾ മാത്രമാണ് മാഡം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ഇവരെ ഇങ്ങനെയാക്കി. ഇവന്മാർക്ക് കൊടുക്കുന്ന ആഹാരം കുറച്ചാ മതി, പിന്നെയൊക്കെ ശരിയായിക്കോളും. നീ എന്താ ചെയ്യുന്നത്? എക്സസൈസ്, ചിറകിന് ശക്തി കൂട്ടാൻ വേണ്ടിയാ. എങ്ങനുണ്ട്? സർ, എന്നെ കണ്ടിട്ട് സാറിന് മടിയനായിട്ട് തോന്നുന്നുണ്ടോ? നീ മടിയനേ അല്ല. മടിയന്മാർ ഈ പൂച്ചകൾ മാത്ര. കിറ്റിയ ആള് ബെസ്റ്റാ, ആരോഗ്യത്തിലെന്നും അവള് ഫിറ്റാ. ആ കൈ തട്ടിക്കോ. You are right. തിന്നത് രണ്ടും പൊണ്ണത്തടിയന്മാരായിരിക്കോ? സൂർദാർ, ഇന്നു മുതൽ ഹണി ബണി ഡയറ്റിലായിരിക്കണം. ഡയറ്റിലോ? യെസ് സൂർദാർ, ഇനി ഇവർ കഴിക്കേണ്ട ആഹാരം ഞാൻ തന്നെ കൊടുത്തോളാം. ഇവർ വേറെ ഒന്നും കഴിക്കാതെ നീ വേണം ഇവരെ നോക്കാൻ. കൊച്ചളിയ, ഇവന് ദേഷ്യമൊന്നും വരുന്നില്ലല്ലോ. ഈ ദിവസം മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം എന്തെങ്കിലും കഴിക്കാം. വാ. അമ്പടാ, ഇവന്റെ പണിയാ. ഫ്രിഡ്ജ് ലോക്ക് ചെയ്തിരിക്കാ. കൊതിയന്മാരായ ഹണി ബണി, ഇന്നിതാണ് നിങ്ങളുടെ ആഹാരം. ഇനി മുതൽ എന്നും ഇത് തന്നെയായിരിക്കും. എന്താ, ഇഷ്ടപ്പെട്ടോ? ഫ്രൂട്ട്സിനെ എങ്ങനെ രക്ഷിക്കുക? ബ്രോ, ചാർജ്. വാക്സിന്റെ ആണ്. ഐ ലവ് വാക്സ്. എടാ പാണ്ടി തത്തേ, ഫ്രൂട്ട്സ് നിനക്ക് രക്ഷിക്കാൻ പറ്റിയേക്കും. പക്ഷെ നിന്നാരും രക്ഷിക്കും? ഇന്നത്തോടെ നിന്റെ കാര്യം പോക്ക്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിക്ക് ബെറ്റേട്ടാ. കൊച്ചളിയ, കീറിപ്പോയല്ലേ? അല്ലളിയാ, ഇതെന്റെ ഹോബിയാ. ഇതെനിക്ക് ഇഷ്ടമാ. ഞാൻ പറഞ്ഞ സത്യാ. നഗപ്പാടാൻ എനിക്ക് ഇഷ്ടമാ. അമ്മച്ചി, യോ എന്തുവാടാ ഇത്? കൊച്ചളിയ, അളിയനല്ലേ പറഞ്ഞത് നഗപ്പാട് അളിയന് വളരെ ഇഷ്ടമാണെന്ന്. ടിങ്കു മോനെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. എന്തോ പറഞ്ഞ? ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ കിട്ടുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് സർ. നിക്കവിടെ.
അവൻ എവിടെ? എടേ, എന്തുവാടെ താഴെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ എത്ര നേരമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന് അറിയോ? ഇപ്പൊ ശരിയാക്കി തരാം. ആ. ആ. ആ, ആ, ഓ, പറ്റില്ല പറ്റില്ല, നിങ്ങളെ പുറത്തു വിടാൻ പറ്റില്ല. ആ. ആ. എന്റെ പൊന്നു സോർദാറെ, നീ അവന്മാർക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ അവന്മാർ രണ്ടും അതിന്റെ വാതിൽക്കൽ തന്നെ എത്തിക്കഴിഞ്ഞു. കഷ്ടം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും. രണ്ട് പെണ്ണെടുക്ക പേസ്റ്റി. എന്റെ പേര് മുഴുവനായിട്ട് പറ. റോസ്റ്റൻജി പേസ്റ്റൻജി സോഡാ ബാട്ടിലി വാല. ഈ പേരൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് സന്ധ്യ കഴിയും. രണ്ടുപേർക്ക് രണ്ട് പെണ്ണ് പെട്ടെന്ന് എടുക്കാം. പേയ്മെന്റ് മേടല്ലേ കൊടുക്കുന്നേ, പിന്നെന്തിനാ രണ്ടാക്കുന്നേ? രണ്ട് കേക്ക് വാങ്ങിക്കാം. റോസ്റ്റംജി പേസ്റ്റംജി സോഡാ ബോട്ടിൽ വാല. വേഗം എടുക്ക് വേഗം. പിടിച്ചോ, കഴിച്ചോ. പ്രായം കുറച്ച് കൂടുതലാ കൊച്ചളിയാ. ഒച്ചത്തി പറയാ, ഒച്ചത്ത്. രണ്ട് കേക്ക് തായോ. നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി അധികം സംസാരിക്കരുത്. ഇതൊരു പൊട്ടക്കടയാ, ഇവിടേക്ക് ആരും വരരുത്. ഞങ്ങൾ കേക്ക് ചോദിച്ചപ്പോ താൻ എന്താന്ന് എന്റെ പൊന്ന് പൂച്ചക്കുട്ട, നിങ്ങൾ എന്ത് വന്ന് ചോദിച്ചാലും മേഡം ഇത് തരണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആണോല്ലോ. ഇന്ന് നിന്നെ ഞാൻ തിന്നോടാ. കൊച്ചളിയ, ഇവിടെ വെച്ച് എങ്ങനെ അവനെ തോരൻ വെക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവനെ ഞാൻ പച്ചക്ക് തിന്നും. അമ്മച്ചി. എന്തുവാടെ, കേക്കൊന്നും വേണ്ടേ? ഇനി നിനക്കൊന്നും കേക്കല്ല, ഒരു പാക്ക് പോലും കിട്ടില്ല തിന്നാനായിട്ട്. തീവർത്തോ. നീ ഞങ്ങളെ കളിയാക്കണല്ലേ? ഞാനിപ്പോ ചാലഞ്ച് ചെയ്യാ. കഴിക്കണെങ്കിൽ മഫിൽസ് ഡോണറ്റ്സ് മാത്രമേ കഴിക്കൂ. ശശി കഴിക്കൂലേ നീ? പഴങ്കഞ്ഞിന്ന് വെച്ചാ എന്തുവാ? ഇതറിയില്ലേ? എന്നെ പോലെ നിമിർന്നു നിന്നാൽ അത് പഴംപൊരി, നിങ്ങളെ പോലെ ആയാൽ അതാണ് ശശി. വാ. നിന്നെ കണ്ട ഇപ്പൊ ഒരു ഫോക്സിനെ പോലെയുണ്ട്. നിന്നെ കണ്ട റാബിറ്റിനെ പോലെ ഉണ്ട്. റാബിറ്റ്. ആ പറഞ്ഞോളൂ, ഏതാണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇത് വെക്കാൻ ഞാൻ എന്താ കുട്ടിയാ? മാസ്ക് എന്തായാലും അടിപൊളിയല്ലേ, വാങ്ങിച്ചാലോ? നമ്മളെ പിന്നെ ഒരുത്തനും കണ്ടുപിടിക്കില്ല. നിക്ക് പണി നിക്ക്. ആ മാസ്ക് നമുക്ക് വേണം. ഹലോ, കേക്കുണ്ടോ? കേക്ക് ഇല്ല. വയറുണ്ട്, ബൾബുണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ട്. എടുക്കട്ടെ. കണ്ടോ അളിയ, ഇയാള് ബേക്കറി മാറ്റി ഹാർഡ്വെയർ സ്റ്റോർ ആക്കിയിരിക്കുക. എടാ, ബേക്കറിയിൽ വന്നാൽ പിന്നെ കേക്ക് ഉണ്ടാവില്ലേ? എന്തിനാ ചോദിക്കുന്നേ? എങ്കിൽ പലതരത്തിലുള്ള കേക്ക്, പേസ്ട്രി, ഡോണറ്റ്, മഫിൻ ഒന്നൊന്നായിട്ട് എടുത്തോ. അല്ലേ മിസ്റ്റർ റാബിറ്റ്? അല്ലേ? എന്താ ഓരോന്നെന്തിനാ? ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇയാളുടെ വോയിസ് ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. അത് പിന്നെ റേഡിയോയിൽ കേട്ടിട്ടുണ്ടാവും. റേഡിയോയില് ഇവൻ പാർട്ട് ടൈം ആർജെ ആയിരിക്കാം, പക്ഷെ ഞാൻ റേഡിയോ കേൾക്കാറില്ലല്ലോ. എന്റെ ശബ്ദം നിങ്ങൾക്ക് ഹണിയെ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഞാൻ റാബിറ്റ് ആണ്. ഇവന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. പേസ്റ്റഞ്ചി ഒന്ന് വേഗം എടുക്ക, വേഗം. എന്റെ പേര് പേസ്റ്റഞ്ചി എന്നാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് ഞങ്ങൾക്കൊരു പയ്യൻ പറഞ്ഞു തന്നതാ. ഇവിടുത്തെ ഏറ്റവും നല്ല ബേക്കറി റസ്റ്റഞ്ചി പേസ്റ്റഞ്ചി സോഡാ ബോട്ടിൽ വാലയുടേതാന്ന്. അത് ശരിയാ. ഇത്രയും വാങ്ങിയത് കൊണ്ട് ഒരു മഫിൻ ഫ്രീ ആയിട്ട് തരാം, പിന്നെ ഡോണറ്റ്, അതൊരു സന്തോഷത്തിന്റെ പേരിൽ. ഞാനല്ലേ വലുത്, ഞാൻ ആദ്യം കഴിക്കാം. സർ, മാസ്ക് എടുത്ത് മാറ്റിയിട്ട് ഈ കേക്ക് കഴിക്കണം സർ. ഞാനത്ര ആലോചിച്ചില്ല. ഹണി ബണി, ഇനി നിങ്ങളത് കഴിക്കണ്ട, തിരിച്ചതാ. കുറച്ചെങ്കിലും തരൂ. ദൈവം നിങ്ങളെ രക്ഷിക്കും, മക്കളെ രക്ഷിക്കും. ഞാൻ കേണപേക്ഷിക്കണം. ഒന്ന് തന്നേക്ക്. ഇതിനാണ് പറയുന്നത് കൈ വരെ കിട്ടിയത് വാ വരെ എത്തിയില്ലാന്ന്. കൂട്ടുകാരെ ദുഃഖിക്കുന്നത് അത്ര നല്ലതല്ല. ഇതാ കഴിച്ചോളൂ, പക്ഷെ മാഡത്തിനോട് ഇക്കാര്യം പറഞ്ഞേക്കരുത്.
ഹണി എന്താ സംഭവിച്ചെന്ന് പറയ്. ആർത്തി മൂത്തതാ. അല്ല, രാവിലെ മുതലൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആ, ആ, ആ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും ഡയറ്റിംഗ് ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫേവറേറ്റ് ഫാം ഹൗസ് വെജ് പിസ്സ വാങ്ങിയിരിക്കുക. അടിപൊളി, എന്റെ ഫേവറേറ്റ്. നോ 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 സർദാർ, ഇത് ഇവർക്ക് മാത്രമുള്ളതാണ്. ഇവർ രണ്ടുപേരും ഡയറ്റിംഗ് ചെയ്യുകയല്ലേ. സാറേ, ഒരു കടിയെങ്കിലും കടിക്കാൻ തരണം സാർ. എടാ, ഒരു ഓലിവ്. ശരി, വേണ്ട, ഒരു മഷ്റൂം എങ്കിലും താടേ. എനിക്ക് കൊതിയാവുന്നടേ, താടേ. രാവിലെ മുതൽ നിങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ, ഇനി ഞങ്ങൾ സന്തോഷിക്കട്ടെ. മാഡം, നീ എന്തായി കാണിക്കുന്നേ? നമ്മുടെ കൂട്ടുകാര് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. പണ്ടൊരാള് പറഞ്ഞ ശരിയാ, കോഴി കറുപ്പാണെങ്കിലും മുട്ട വെള്ള തന്നെയാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.